നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് ഭീഷണി തുടരുകയാണ്. പുതിയ താരിഫ് നിരക്കുകൾ ഇന്ത്യക്കുമേൽ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഈ ഘട്ടത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നില്ല ഇന്ത്യ. റഷ്യയുമായി കൂടുതൽ അടുക്കാൻ തന്നെ തീരുമാനം. ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റഷ്യയിലെത്തിയിട്ടുണ്ട്. അവിടെ അദ്ദേഹം റഷ്യൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടക്കും. വരാനിരിക്കുന്ന പുടിൻ മോദി ഉച്ചകോടിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കും. കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കും. അങ്ങനെ അമേരിക്ക വിരട്ടിയാൽ വിരളുന്ന ഒരു അന്താരാഷ്ട്ര നയമല്ല ഇന്ത്യക്കുള്ളത് എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണോ ഇന്ത്യൻ പ്രധാനമന്ത്രി? ഈ വിഷയമാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ സൂപ്പി വെള്ളമുണ്ടയിൽ നിന്ന്. സൂപ്പി, ഇന്ത്യൻ കയറ്റുമതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൂടുതൽ വലിയ ബൃഹത് പദ്ധതികൾക്ക് രാജ്യം തയ്യാറെടുക്കുകയാണ്. 2000 കോടി രൂപയുടെ ഒരു വലിയ പദ്ധതി അവിടെ ഒരുങ്ങുകയാണ്. ബ്രാൻഡ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ റഷ്യയുമായി അടുക്കുന്നു ഇന്ത്യ എന്ന സൂചന ആഗോളതലത്തിൽ എന്തു മാറ്റം വരുത്തും എന്നാണ് കരുതേണ്ടത്? ശ്രീനിവാസൻ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീനിവാസൻ, താങ്കൾക്കും പറയാം. കാരണം ശ്രീനിവാസനാണ് ഇപ്പം പറയുന്നത്. നമ്മള് ഇത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാട് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ, രാജീവ് ഗാന്ധി ആയിരിക്കുമ്പോൾ, നരസിംഹറാവു ആയിരിക്കുമ്പോൾ, ഇവരൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ റഷ്യയായിട്ട് നല്ല ബന്ധമായിരുന്നു കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാട്. ഇപ്പൊ അത് കുറച്ചൊരു 10-15 കൊല്ലം മുമ്പാട് അത് കുറച്ച് വർഷമായി റഷ്യയായിട്ട് അതൊന്ന് കുറച്ച്. അല്ല, അത് വഷളാവുകയല്ല. റഷ്യ USSR എന്ന നിലയിൽ തകർന്നു. അവർക്ക് അങ്ങനെ ഒരു നമ്മുടെ ശീതകാല സമരത്തിന്റെ അല്ലെങ്കിൽ ശീതകാല യുദ്ധത്തിന്റെ കാലഘട്ടം പോലെ അവർക്കൊരു ശക്തിയായി നിലയുറപ്പിക്കാൻ കഴിയുന്നില്ല. പിന്നീട് ആ ഒരു ലോകക്രമത്തിൽ മാറ്റം വന്നു. ബാലൻസ് ആ ഒരു രണ്ട് പ്രധാന ശക്തികൾ എന്ന നിലയിൽ ഉള്ള ഒരു ഇത് അവസാനിച്ചു. അതല്ല സാർ, ഈ അമേരിക്ക എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യ ഇപ്പൊ നല്ലൊരു ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു കഴിവ് വന്നിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഒരു അസുഖം അവർക്കുണ്ട് നമ്മളെ ഇതൊക്കെ. അത് നമ്മൾ കാലയെ കൂട്ടി നമ്മളത് അറിഞ്ഞില്ല. ഇപ്പോഴാണ് നമുക്ക് പണി കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മളെ അവര് ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ എന്നോടൊപ്പം ചേരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, കേൾക്കുന്നുണ്ടോ സാറേ? പറയുന്നേ കേൾക്കുന്നു. സാറേ, പഴയ USSR, അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സോവിയറ്റ് റഷ്യ എന്ന് പറയുന്ന സംഭവവും ഇന്ത്യയായിട്ട് നമ്മുടെ ഒരുപാട് അവസ്ഥയിൽ നമ്മൾ ഒരുപാട് കാലങ്ങളിലായിട്ട് 71 പാകിസ്ഥാൻ വാറിൽ ഒക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇന്ത്യയും റഷ്യ എന്ന് പറഞ്ഞാൽ അതൊക്കെ വിട്ടുവിട്ട് പോയി ഒരുപാട് അവിടെ ഇതുണ്ടായത്. എനിക്കൊന്ന് ഗോർബച്ചോ എന്ന് പറഞ്ഞൊരു വ്യക്തിയിൽ നിന്നാണ് അതൊക്കെ നശിച്ചു പോയത്. അയാള് അമേരിക്കയുടെ ഒരു ചാരനായിട്ടൊക്കെയാണെന്ന് അറിയപ്പെടുന്നത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അതിനുശേഷം വന്നിട്ടുള്ള എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേരെനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴത്തെ വ്ളാഡിമിർ പുടിൻ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ അമേരിക്ക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പണ്ട് മുതലേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പണ്ടത്തെ ലോകത്തിൽ ഉണ്ടായിരുന്ന കൊടും കുറ്റവാളികളെ ഓരോ നാട്ടിൽ നിന്നും കടത്തപ്പെട്ടിട്ടുള്ള കുറെ ഒരു സംവിധാനമാണ് ഞാൻ മനസ്സിലാക്കിയത്. സോ ഐ എം സോറി ടു ഞാൻ പറയുന്നതിനകത്ത് മനസ്സിലാക്കുക. അത് തന്നെ ഈ ട്രംപ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഒരിക്കലും ആ രാജ്യത്തിന്റെ ഒരു പ്രസിഡന്റ് ആകുമ്പോൾ അയാൾക്ക് എന്ന് പറഞ്ഞ പ്രസിഡന്റ് അല്ല, അയാൾക്കൊരു ബിസിനസ് മൈൻഡാണ്. അയാൾക്ക് കച്ചവടമാണ് താല്പര്യം. അയാൾ പറയുന്ന എന്തെങ്കിലും പ്രാവർത്തികമായിട്ടുണ്ടോ? അയാൾ പലതും പറയുന്നുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയും അങ്ങേരുമായിട്ട് ഓമിച്ച് കഴിഞ്ഞാൽ ആദ്യം സുഹൃത്തെന്ന് പറയുന്നത് തോളത്ത് കേട്ട്. അപ്പൊ അയാളുടെ ഉള്ളിൽ വേറെ ആയിരുന്നു ലക്ഷ്യം. ഇതാണ്ട് ഇപ്പൊ പാകിസ്ഥാനിലേക്ക് കിടക്കുന്നു, അവിടെ എണ്ണ പരിവേഷണം നടത്തുന്നു. എന്തൊക്കെയാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്? അപ്പൊ ഇതിനോടൊക്കെ പ്രതികരിക്കാൻ ശക്തമായ ഒരു ഗവൺമെന്റ് ഈ രാജ്യത്തുള്ളത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അജിത് ഡോവലിന്റെ ഈ സന്ദർശനം രാജ്യത്തിന്
റഷ്യയുമായുള്ള ബന്ധത്തിൽ വലിയ അത് ഞാനിപ്പോ തോതിലുള്ള ഒരു അടുപ്പം അപ്ഡേറ്റ് വർദ്ധിച്ചു. ഞാൻ അല്ല സാറേ, ഇപ്പൊ ഉടനെ തന്നെ നാളെ ഉണ്ടാവുമെന്ന് തോന്നുന്നേ. അജിത് ഡോവൽ പിന്നെ നമ്മുടെ അമിത്ഷായിട്ട് പിന്നെ മോസ്കോയിലേക്ക് ഒരു യാത്ര പോകുന്നുണ്ട്. അവിടെ എത്തി അദ്ദേഹം. എത്തി. ആ ഒരു സന്ദർശനം ഒരു പക്ഷേ ഞാൻ വേറെ കാര്യം പറയാം സാറേ, തുറന്നങ്ങോട്ട് പറയട്ടെ. നമ്മളെ കൈയച്ചിട്ട് സഹായിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. അതായത് പണ്ട് കാലത്ത് അവരുടെ 7th ഫ്ലീറ്റ് ഒക്കെ കൊണ്ട് നമ്മളെ ഭയപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന USS എന്ന് പറയുന്ന അന്ന് മുതലേ അവന്മാര് വേറെ ടൈപ്പാണ്. മനുഷ്യത്വം എന്തെന്നറിയാൻ വയ്യാത്ത ഒരു വർഗമാണത്. എനിക്ക് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് അവന്മാർ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ലോക പോലീസാണെന്ന് ചമയ, എന്നിട്ട് അവർക്ക് കിട്ടിയ ഏറ്റവും ഒരു വൃത്തികെട്ടിയ ഒരു പ്രസിഡന്റാണ് ഈ ട്രംപ് എന്ന് പറയുന്നത്. ട്രംപ് എന്ന് പറയാൻ നമ്മൾ പറയുന്നത് ഡംബടിക്കുന്ന ഒരു ട്രംപ് അയാൾക്ക് കൊടുത്തിരിക്കുന്ന. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നത് നമ്മുടെ ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്ന്. ശ്രീ ദിവാകരൻ, നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് റഷ്യൻ നിർമ്മിത ആയുധങ്ങളുടെ മികവൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെ പ്രത്യേകിച്ച് S-400 നമ്മൾ ഉപയോഗിച്ചത് ആൻറ്റി മിസൈൽ അറ്റാക്കുകൾ തടയാനാണ്. അപ്പോൾ നമുക്ക് അവരുമായി കൂടുതൽ ആയുധങ്ങൾ വാങ്ങേണ്ട ഒരു സാഹചര്യം വരും. ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ അവിടെ അതിർത്തി നിയന്ത്രണ രേഖ കടന്ന് പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് ഒരു പ്രകോപനവുമില്ലാതെ വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ഇന്ത്യൻ്റെ BSF ശക്തമായി തിരിച്ചടിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഒരു കാലത്തും പാകിസ്ഥാനെ പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. നമുക്ക് ശക്തമായൊരു സേനാ സംവിധാനം വേണം. അതിന് റഷ്യയുടെ പിന്തുണ നമുക്ക് ആവശ്യമാണ്. 2, ഇന്ത്യ ഏറ്റവും അധികം ഇമ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു ഘടകമാണ് എണ്ണ. അത് കുറഞ്ഞ വിലയിൽ കിട്ടുക, പ്രത്യേകിച്ച് അത് ഡോളറിലല്ലാതെ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയുക, ഇതൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ അജിത് ഡോവലിന്റെ സന്ദർശനം എങ്ങനെയാണ് ശ്രീ ദീപാകരൻ നോക്കിക്കാണുന്നത്? ഇപ്പം സാർ ഇപ്പം പറഞ്ഞ പോലെ അതേപോലെ ഇതിനു മുമ്പിൽ പറഞ്ഞ കോളർ പറഞ്ഞത് 100% ശരിയാണ്. പിന്നെ ഈ റഷ്യ എന്ന് പറഞ്ഞാല് റഷ്യ നല്ല രാജ്യമൊന്നും അല്ല. ഇപ്പൊ യുക്രൈനെ ആകെ മുട്ടുകുത്തിയിട്ട് അലമ്പാടാക്കുന്നുണ്ട്. പിന്നെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അമേരിക്കൻ പ്രസിഡന്റിനെ വിശ്വസിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ മുൻഗാമികളേനും പിന്നെ നികൃഷ്ടമായിട്ട് പിന്നെ അണു ആയുധ യുദ്ധം ചെയ്തിട്ട് ഇപ്പൊ അതിന്റെ ദോഷം ഇപ്പം കാണിക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഓക്കെ, പ്രസന്നൻ കൂടി എന്നോടൊപ്പം ചേരുന്നു മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, ഇത് പ്രതിരോധം ഒരു ഘടകമാണ്, സാമ്പത്തിക കാര്യങ്ങൾ ഒരു ഘടകമാണ്. ഇത് രണ്ടും സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. ദേശീയ താല്പര്യങ്ങൾ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും എന്ന് വിദേശകാര്യ മന്ത്രാലയം ഒരു സംശയത്തിനിടയില്ലാതെ വ്യക്തമാക്കുകയാണ്. അപ്പോൾ പുതിയ ഒരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഒരു ശീതയുദ്ധകാലത്തിൻ്റെ ഓർമ്മകൾ ഇടയ്ക്കൊക്കെ പൊങ്ങി വരുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ എല്ലാ കാലത്തും വിദേശകാര്യം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. നമ്മൾ കാലങ്ങളായിട്ട് നമ്മൾ ചേരാ നയമാണ് അത് പിന്തുടരുന്നത്. അതില് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഏറ്റക്കുറച്ചിലൊക്കെ ചില സമയത്തൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും പൊതുവെ നമ്മുടെ അടിസ്ഥാനം ചേരാ നയം തന്നെയാണ്. നമ്മൾ ചേരാ നയത്തിലേക്ക് നിന്ന് ഒരു ചെറിയ വ്യതിചലനത്തിലേക്ക് വരുന്നുണ്ടോ? വരേണ്ടി വരുമോ? വരാനുള്ള സാധ്യത അത് നമ്മുടെ പ്രിൻസിപ്പളിന്റെ ഭാഗമായിട്ട് പലർക്കും അംഗീകരിക്കാൻ നിർബന്ധിതരാകും. കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വിഘാതമാകുമ്പോൾ നമ്മൾ നയം മാറ്റും എന്നുള്ളൊരു സന്ദേശം ലോകരാഷ്ട്രങ്ങൾക്ക് നമ്മൾ നൽകാറുണ്ട്, അവർ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അത് നേരത്തെ വ്യക്തമാണ്. നമ്മളൊരു ചേരിയിൽ പോയിട്ടില്ല. ഇനി പോകേണ്ടി വന്നാൽ പോവാനും മടിക്കില്ല. നമ്മളിപ്പോ എന്താ പറയാ, ഒരു അത്യാപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ എന്തും നമ്മൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥരാവും. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എനിക്ക് ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നത് മുംബൈയിൽ നിന്നാണ്. കമാൻഡർ മാത്യു, ഗുഡ് ഈവനിങ്. ഒരുപക്ഷെ അങ്ങക്ക് ഈ സാഹചര്യം കുറെ കൂടി ശക്തമായി ഒന്ന് അവലോകനം ചെയ്യാൻ കഴിയും. ഒന്ന്, നമ്മുടെ ഡിഫൻസ് സെക്ടറിൽ നമുക്ക് കൂടുതൽ ശക്തി വേണം. അത് ഇനി അതിലൊരു കോംപ്രമൈസ് പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ റഷ്യയുമായുള്ള ബന്ധം നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ കഴിയില്ല. സ്വാഭാവികമായും ക്രൂഡ് ഓയിലിൻ്റെ ഇറക്കുമതിയും വളരെ തന്ത്രപ്രധാനമാണ്. ഇന്ത്യ റഷ്യ ബന്ധം ഏതു തരത്തിൽ ഉരുത്തിരിയും എന്നാണ് കമാൻഡർ മാത്യു കരുതുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ കുറച്ച് ദിവസമായിട്ട് സംസാരിക്കുന്നില്ല. അതെ, അത് അങ്ങ് കുറെ ദിവസമായി വിളിച്ചിട്ടൊന്നു അല്ലേ? അതെ. ഞാൻ നാട്ടിൽ നിന്ന് ഒരു ഷോർട്ട് ട്രിപ്പ് 10 ദിവസം വന്നിട്ട് തിരിച്ചു വന്നു. അപ്പൊ ഇപ്പം കഴിച്ചോണ്ടിരിക്കുമ്പോൾ അത് കിട്ടിയത്. വളരെ താങ്ക്സ്.
വളരെ വ്യക്തമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ ട്രംപിന്റെ ഭീഷണിയൊന്നും നമ്മുടെ ഇന്ത്യൻ ജനതയ്ക്ക് ഒരു കുന്തും ആവത്തില്ല. കാര്യം റഷ്യയുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് കാലങ്ങളായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ. കാര്യം ഇത് ഇപ്പൊ ഈ പറയുന്ന നമ്മൾ ഈ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ച ഈ തോക്കും ആയുധങ്ങളൊക്കെ ഇന്നലെ ഉണ്ടാക്കിയൊന്നുമല്ല. നമ്മുടെ നെഹ്റുവിന്റെ കാലം മുതലേ നമ്മൾ റഷ്യയുമായിട്ട് ബന്ധം നമുക്കുണ്ട്. പണ്ട് നമ്മളൊക്കെ വായിച്ചിട്ടില്ലേ, സോവിയറ്റ് യൂണിയൻ നമുക്ക് മാഗസിനൊക്കെ നമ്മുടെ നാട്ടിൽ വരുവാൻ ഓർമ്മയുണ്ടോ? സോവിയറ്റ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞുള്ള നമ്മളൊക്കെ നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ നമുക്കുള്ള സാധനമായിരുന്നു സോവിയറ്റ് ലാൻഡ് നമ്മൾ വായിക്കുന്നത്. ഒരു കാലത്ത് പോലും ഇന്ത്യയും റഷ്യയുമായിട്ട് ഒരു ബന്ധം ഒരിക്കലും നമ്മൾ പിരിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ഇടയിൽ ഡൊണാൾഡ് ട്രംപ് കയറി ഒരു കളി കളിക്കാൻ വന്നതിന് ട്രംപ് വിചാരിച്ചു എന്ന് വെച്ചാൽ ട്രംപിന് ചൈനയുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടാക്കിക്കൊണ്ട് നമുക്കിട്ട് പാര പണിയാന്ന് അവർ വിചാരിച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, 500 രൂപയുടെ വെളിച്ചെണ്ണ മേടിച്ചിട്ട് 10 രൂപയുടെ പപ്പടം പൊള്ളിക്കുന്നവരാ നമ്മൾ, അല്ലേ? 500 രൂപയുടെ വെളിച്ചെണ്ണ മേടിച്ച് 10 രൂപയുടെ പപ്പടം പൊള്ളിക്കുന്ന നമ്മൾ, അല്ലേ? ആ ഒരു കപ്പാസിറ്റി ഉള്ള നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ, നമ്മൾ എത്ര നാളോട് പറയാം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയാ? ഇന്ന് ലോകത്തിൽ തന്നെ 4, 5, 6 സ്ഥാനം നമുക്ക് വരാൻ പോകും ഇന്ത്യയില്. അത് കാലാകാലങ്ങളായിട്ട് അതിപ്പോ BJP-യുടെ ഗവൺമെന്റ് ഒന്നുമല്ല, മുൻ ഗവൺമെന്റും ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇനി വരാതിരിക്കുന്ന ഗവൺമെന്റും പ്രയത്നിച്ചതും നമ്മുടെ പിള്ളേരുടെ കപ്പാസിറ്റിയുടെ പുറത്തും നമ്മൾ ഒരു നല്ല സ്റ്റാൻഡിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ട്രംപ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. അയാൾ എന്താ ചെയ്തേ? നമ്മുടെ എത്ര പിള്ളേരുടെ വിസ അവൻ ഇല്ലാതാക്കിയത്, സ്റ്റുഡൻസ് വിസ. നമ്മുടെ എത്രായിരം കോടികളാണ് അമേരിക്ക പോയത് നമ്മുടെ പിള്ളേർ പഠിക്കാൻ വേണ്ടി, അല്ലേ? അന്ന് ആലോചിച്ച് നോക്കിക്കേ, എത്ര കോടികൾ പോയി ഇവിടുന്ന് നമ്മുടെ പൈസ അങ്ങോട്ട് പോയി. ഇപ്പൊ അയാൾ ഓൾ ഓഫ് എ സഡൻ ആളൊന്നൊക്കെ എത്ര ആക്കിയെന്നറിയാം, 30,000 രൂപ വെച്ച് വിസ ഫീസ് ആക്കി. ഏതൊക്കെ രീതിയിൽ നമ്മളെ നശിപ്പിക്കാമോ അതെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട്. ഇപ്പം പുള്ളി പറയുന്നത് $50,000 ഡിപ്പോസിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിസിറ്റ് വിസ വരാൻ പറ്റത്തുള്ളൂ, B1 B2. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ട്രംപ് ഒരു രീതിയിലല്ല മറ്റൊരു രീതിയിൽ നമ്മളെ മാക്സിമം നമ്മളെ ഉപദ്രവിക്കുമ്പം നമുക്ക് റഷ്യയുമായിട്ട് ഏറ്റവും കൂടുതൽ ചങ്ങാത്തം പ്രാപിച്ചെങ്കിലേ കാര്യമുള്ളൂ. റഷ്യയുമായിട്ട് അല്ല നമ്മൾ മാറി നിന്നിട്ട് കാര്യമില്ല. പിന്നെ അജിത് ഡോവലൊന്നും പോരാ. എന്റെ അഭിപ്രായത്തിൽ അജിത് ഡോവലൊന്നും ഒരു കോമ്പറ്റന്റ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഒന്നുമല്ല നമുക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയൊന്നും. പുള്ളിക്ക് പോയി സംസാരിക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതിനൊക്കെ സംസാരിക്കാൻ ശശി തരൂരിനെ പോലെയോ അല്ലെങ്കിൽ എല്ലാം പ്രോപ്പർ ഡെലിഗേറ്റ്സിനെ വിടണം. ഡെലിഗേറ്റ്സിനെ വിട്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതൊന്നും ഇതുകൊണ്ട് കാര്യമില്ല. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ട്രംപിന്റെ ഭീഷണി നമുക്കൊരു കുന്തവുമല്ല. Okay. Anyway, nice talking to you after a long time, Commander. താങ്ക് യു സോ മച്ച്. അപ്പോൾ ശ്രീ വിജയൻ ആലപ്പുഴയിൽ നിന്നാണ് എന്നോടൊപ്പം ചേരുന്നത്. ശ്രീ വിജയൻ, ഇവിടെ ഇന്ത്യക്ക് നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇനിയിപ്പോൾ ഡോക്ടർ എസ് ജയശങ്കർ കൂടി റഷ്യയിലേക്ക് ചെല്ലും വൈകാതെ, അവിടെ ചർച്ചകൾ നടത്തും. അപ്പോൾ ഈ ഒരു ബന്ധം കൂടുതൽ ശക്തമായി ഉരുത്തിരിഞ്ഞു വരുമ്പോൾ നമ്മുടെ പഴയ ചേരിചേരാ നയമൊക്കെ മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുക? ശ്രീ വിജയൻ. ഹലോ. നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് പാരമ്പര്യമായിട്ട് തന്നെ ചേരിചേരാ നയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോളിസിയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള സാമ്പത്തിക നിലനിൽപ്പും പുരോഗതിയുമാണ് ലക്ഷ്യം. ഇന്ത്യക്ക് അത് സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരുമായും കൂടുതൽ ബന്ധങ്ങളിൽ ഏർപ്പെടാനോ ആരുമായും കൂടുതൽ അകന്നു നിൽക്കാനോ കഴിയാത്ത ഒരു പോളിസിയാണ് ഇന്ത്യ തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞയിടെ പുതിയ നമ്മുടെ സംവിധാനത്തിൽ വന്ന നരേന്ദ്രമോദി ജി നമുക്ക് പ്രധാനമന്ത്രിയായിട്ട് വരികയും അദ്ദേഹവുമായി ഒരു സ്നേഹബന്ധം ഉള്ളെടുത്തുകൊണ്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെ, അതായത് വളർന്നു വരുന്ന അടിയുറച്ച അടിസ്ഥാനമുള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. അത് മുൻ ഭരണാധികാരികളാണ് അതിനടിത്തറയിട്ടത്. മോഡിജി വരുന്നതിന് മുൻപ് തന്നെ മുൻ ഭരണാധികാരികൾ അതിനുവേണ്ടി സ്ഥായിയായ അടിത്തറ സൃഷ്ടിച്ചവരാണ്. ആ അടിത്തറയിൽ നിന്നും കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ അതിഗംഭീരമായ അതിഘനവത്തായ ഈ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയെങ്കിലും തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രോഡ് അലയൻസുമായിട്ടാണ് ഈ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിജിയുമായി ബന്ധത്തിലേർപ്പെട്ടത്. പക്ഷെ അതൊരു ഹണിമൂൺ ഒരു സ്റ്റേജ് ആയിരുന്നു. ഹണിമൂൺ സ്റ്റേജൊക്കെ ഇപ്പൊ കഴിഞ്ഞു. കാരണം എന്താണ് അദ്ദേഹത്തിന്റെ തനിനിറം? ആട്ടുംതോലിട്ട റിയൽ ലൈഫിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെ നീങ്ങുന്നില്ല. റിയൽ ലൈഫിലേക്ക് എത്തിയപ്പോൾ അതാണ് അവസ്ഥ. അപ്പോ പക്ഷെ നമുക്കെന്നാലും നമ്മുടേതായിട്ടുള്ള അടിസ്ഥാനപരമായ ബന്ധങ്ങൾ എന്നൊന്നും നിലനിർത്തി പോന്നിരുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. അതിന് നമ്മളെ സ്ട്രോങ് ആയിട്ട് എപ്പോഴും ബലവത്തായിട്ട് നമുക്കൊരു സപ്പോർട്ടറായി നിന്നിട്ടുള്ളതും
സോവിയറ്റ് റഷ്യയാണ്. ആ നിലയിലേക്ക് തന്നെ നമ്മൾ വീണ്ടും നമ്മുടെ ഗ്ലോബൽ പൊളിറ്റിക്സിനെ റീഓർഗനൈസ് ചെയ്യുന്നു എന്നാണ് മനസ്സിലായി. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ടാണ്. ഏതായാലും വളരെ നന്ദി ശ്രീ വിജയൻ, താങ്കൾ പ്രതികരിച്ചതിന്. ഒരു ചെറിയ ഇടവേള എടുത്ത് ഞാൻ പെട്ടെന്ന് മടങ്ങിയ വളരെ ചെറിയ ഇടവേളയാണ്, അങ്ങോട്ടും പോകരുത്. ഷോർട്ട് ബ്രേക്ക്. യെസ്, നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ കുറച്ച് പേർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമ്മുടെ ഷിജു കിരിയത്ത് എല്ലാ ദിവസവും പൊതുവേദിയിൽ ആദ്യം എത്തുന്നയാളാണ്. എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം സ്നേഹവും നന്ദിയൊക്കെയുണ്ട്. അപ്പോൾ നമസ്കാരം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഞാൻ നമസ്കാരം എന്ന് പറയുന്നു. ജയകുമാർ ഉണ്ട്, നമ്മുടെ രഘുനന്ദൻ തിരുമുല്ലവാര, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ. അമേരിക്കയായിട്ടുള്ള ബന്ധം തകർച്ചയിലേക്ക് പോയതായിട്ടാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് സമനില തെറ്റിയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന്. അപ്പോൾ ട്രംപിന് സമനില തെറ്റിയോ എന്നൊക്കെയാണ് സംശയം. ഓക്കെ, അപ്പോൾ ഷിജു കിരിയത്ത് പറയുന്നു, ഇഫ് ഇറ്റ് വാസ് ഒബാമ ഓർ ഹിലരി ക്ലിൻ്റൺ ദിസ് ഡിൻറ്റ് ഹാവ് ഹാപ്പൺ എന്ന് പറയുന്നു. കിരണിനെ കാണാനില്ലെന്ന് ജയകുമാർ പറയുന്നു. വരും പേടിക്കണ്ട. ഓക്കെ, രാഹുൽ നായർ പറയുന്നു, ഹായ് മോദി, ഹായ് മനു, മോദി എന്ന സുഹൃത്തിനെ ട്രംപിന് അറിയൂ. നരേന്ദ്രൻ എന്ന രാഷ്ട്രസ്നേഹിയെ അറിയാൻ പോകുന്നത് വളരെ നമ്മുടെ മോഹൻലാൽ ഡയലോഗ് പോലെയായി. ഏതായാലും പക്ഷെ ആ നിലയ്ക്ക് തന്നെയാണ് പ്രവർത്തനങ്ങൾ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു അമേരിക്ക വരട്ടുമ്പോഴേക്കും ഇന്ത്യ വരണ്ടു പോകും എന്ന് കരുതുന്നവർ നമ്മുടെ നാട്ടിലുണ്ടാകും. പക്ഷെ നമ്മുടെ ഒരു അന്താരാഷ്ട്ര നയം ആ തരത്തിൽ അല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാം. അങ്ങനെ ഭയപ്പെടുന്ന ഒരു രാജ്യം ഒരു കാലത്തുമായിരുന്നില്ല ഇന്ത്യ, അത് ഇനിയും ആവുകയും ഇല്ല. അപ്പോൾ VC തോമസ് പറയുന്ന റഷ്യയും അമേരിക്കയും താരതമ്യം ചെയ്യുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന രാജ്യം റഷ്യയാണ് എന്ന് പറയുന്നു. ഓക്കെ, VC തോമസ് അപ്പോൾ റഷ്യൻ ഇതായിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതായത് നേരത്തെ ഇപ്പോൾ കമാൻഡർ മാത്യുവിന് ചില പിന്തുണയൊക്കെ ആളുകൾ പ്രഖ്യാപിക്കുന്നുണ്ട്. യുവർ പോയിൻറ്റ്സ് ആർ വെരി വാലിഡ് എന്ന് ആളുകൾ പറയുന്നു. അത് ഇതിന് തംസപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അരുന്ധതി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഹായ് മനു, നമസ്കാരം എന്ന് പറയുന്നു. അരുന്ധതി നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്. അപ്പോൾ അരുന്ധതിക്കും നമസ്കാരം. സെബാസ്റ്റ്യൻ CA പറയുന്നു, ഇഫ് USSR വാസ് നോട്ട് ദെയർ അമേരിക്ക വുഡ് ഹാവ് ഫിനിഷ്ഡ് ഇന്ത്യ ഇൻ 1971 എന്ന് പറയുന്നു. വിജയൻ ആലപ്പുഴയ്ക്കും ആളുകൾ പിന്തുണയൊക്കെ അർപ്പിക്കുന്നത് അദ്ദേഹം പറഞ്ഞ് വളരെ കൃത്യമാണ് എന്ന് പറയുന്നു. കക്കറാട്ട് എന്നെ ഹായ് ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഹലോ കക്കറാട്ട്, ഗുഡ് ഈവനിങ്. അപ്പോൾ സതി ബാബുരാജ് നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയും നമുക്കൊപ്പമുണ്ട്. മനു നമസ്കാരം, ഹൗ ആർ യു? യു ഡിൻ റീഡ് മൈ മെസ്സേജ് ഇൻ ലാസ്റ്റ് 2 days. അങ്ങനെയില്ല, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചു. ഐ ക്ലിയർലി റിമെമ്പർ റീഡിങ് യുവർ മെസ്സേജ്. ഞാൻ അങ്ങനെ വിടില്ല. സതി ബാബുരാജ് ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം ഈ പൊതുവേദി പ്രേക്ഷകർക്കൊക്കെ അറിയാം ഞാൻ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ കാണുന്ന ഒരാളാണ് സതി ബാബുരാജ്, ബിക്കോസ് യു ഓൾവേസ് യൂസ് ടു ജോയിൻ അസ് വെൻ യു ഹാവ് ടൈം. ഓക്കെ, ഇന്ത്യ ഗവൺമെൻറ് ഇസ് എ പവർഫുൾ ഗവൺമെൻറ് നൗ. മോദി ഗവൺമെൻറ് മേക്ക് ഇന്ത്യ സെൽഫ് സഫിഷ്യൻറ്റ് നൗ ഡേയ്സ്. ഓക്കെ, അത് കറക്റ്റാണ്. ലക്ഷ്മണൻ MP പറയുന്നു, ട്രംപിന് ഒരു ബിഗ് സല്യൂട്ട്. എന്തിന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും കിഷോർ പറയുന്നു, മൈ ഇന്ത്യ ഈസ് ഗ്രേറ്റ്. അപ്പോൾ അത് രാജ്യസ്നേഹികൾ ആ ബ്ലൈറ്റി ഡേയ്സ് എവിടെയായിരുന്നു? നമസ്കാരം മനു എന്ന് എന്നോട് പറയുന്നു. ബ്ലൈറ്റി നമുക്കറിയാം UK ഇരിക്കുന്ന നമ്മുടെ ഒരു മലയാളിയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പലപ്പോഴും പൊതുവേദി കാണുക, അതിൽ അഭിപ്രായം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ കുറച്ച് ദിവസം ബ്ലൈറ്റിയെ കണ്ടില്ല. ഏതായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം വന്നു. ഒരുപക്ഷെ കമൻറ്റ് ചെയ്യാത്തായിരിക്കാം, പൊതുവേദി കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ UK നമ്മുടെ എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും പൊതുവേദിയുടെ ആശംസകൾ ബ്ലൈറ്റിയെ അറിയിക്കണം, അവിടെ കൂടെ ജോലി ചെയ്യുന്നവരെല്ലാവരോടും. ഓക്കെ, അജയ് കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന്. ഞാൻ അജയ് കുമാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. അജയ് കുമാർ ഈ ഇന്ത്യ റഷ്യ ബന്ധം, ഇന്ത്യ അമേരിക്ക ബന്ധത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും വളരെ വലിയ തോതിൽ വിശകലനം ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ ആരോപണം അജയ് കുമാർ അമേരിക്ക ഉന്നയിക്കുന്നത്, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുമ്പോൾ അവർ യുക്രൈൻ യുദ്ധത്തിനെ പരോക്ഷമായി സഹായിക്കുന്നു, യുക്രൈൻ യുദ്ധത്തിൻ്റെ സ്പോൺസർമാരായി മാറുന്നു എന്ന ഒരു ആരോപണമാണ് അമേരിക്ക ഉന്നയിക്കുന്നത്. അതിനെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കും? എന്താണ് അതിൽ നമുക്ക് പറയാനുള്ളത്? അല്ല, അമേരിക്ക ഇത് പറയുമ്പോൾ അമേരിക്ക അവിടുന്ന് മറ്റുള്ള മിലിറ്ററി ഹാർഡ്വെയർ കുറെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. യൂറോപ്പ് മുഴുവൻ ഗ്യാസ് മേടിക്കുന്നുണ്ട്, യുറേനിയം അതുപോലത്തെ സാധനങ്ങൾ അമേരിക്കയും മേടിക്കുന്നുണ്ട്. അതെന്തിനാ നിങ്ങൾ മേടിക്കുന്നതെന്നൊരു ജേർണലിസ്റ്റ് ചോദിച്ചപ്പോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. കേട്ടില്ലായിരുന്നു അതിന്റെ ഒരു പത്രസമ്മേളനത്തിൽ? കണ്ടു. യുറേനിയം അവിടുന്നാണ് വാങ്ങിക്കുന്നത് പറഞ്ഞപ്പോൾ ഐ ഡോണ്ട് നോ എന്നാ പറഞ്ഞത്. അപ്പം ഇത് അദ്ദേഹം ഒരു കാരണമാക്കി ഇന്ത്യയെ നമ്മളെ ഇപ്പൊ ഒരു കാരണം വിളിച്ചു പറയുകയാണ്. ആക്ച്വലി നമ്മൾ ഇതിനകത്ത് കുറെ വിഷയങ്ങളിലേക്ക് പിന്നിലോട്ട് പോകണം. 2 വർഷം 2024 2023 എനിക്കറിയില്ല, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള സീഡ്സ്, അഗ്രികൾച്ചറൽ സീഡ്സ് നമ്മളോട് മേടിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അമേരിക്ക. നമ്മളത് നിഷേധിച്ചു. അറിയാവോ അതിന്റെ ഇമ്പാക്ട് എന്തായിരിക്കുമെന്ന്?
അത് നമ്മളിവിടെ കൊണ്ടുവന്ന് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോൾ ഇന്ത്യയിലെ നാച്ചുറൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ മുഴുവൻ നശിച്ചു പോകും. നമ്മൾ അതിനെ സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്ത് നമ്മൾ മേടിക്കില്ല എന്ന് പറഞ്ഞു. അത് അവരെ വളരെയധികം എന്താണ് പറയുന്നത്, അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. നമ്മൾ കൃത്യമായിട്ട് പറയുന്നില്ല പോയി പണി നോക്കാൻ. അതാണ് അവിടം തൊട്ടാണ് വിഷയം തുടങ്ങുന്നത്. അവിടം തൊട്ട് വിഷയം തുടങ്ങി. പിന്നീടാണ് നമ്മൾ ഈ ഇഷ്യൂലേക്ക് വരുന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ വരുന്നു. നമ്മുടെ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ വളരെ പ്രിസൈസ്, അതായത് ഇപ്പൊ അതിനെപ്പറ്റി പല പഠനങ്ങളും പറയുന്നു വളരെ പ്രിസൈസ് ആയിട്ടുള്ള ഒരു മിസൈലാണെന്നാണ് പറയുന്നത്. അത് ഇന്ത്യയും റഷ്യയും കൂടെ വികസിപ്പിച്ചെടുത്താണ്. അത് അമേരിക്കയെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. 22-ാം തീയതി പഹൽഗാമിലെ വിഷയം നടക്കുന്നു. 26-ാം തീയതി നമ്മുടെ ഈ പ്രസിഡന്റിന്റെ ഒരു കമ്പനിയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഡയറക്ടർ ബോർഡിലുള്ള കമ്പനിയിൽ ക്രിപ്റ്റോ കറൻസിയുടെ ഡീല് പാകിസ്ഥാൻ ഒഫീഷ്യലി അവിടെ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ അണ്ടർഗ്രൗണ്ട് റിലേഷൻ പോകുന്നത് നോക്കണം. അപ്പൊ ഇങ്ങനെ എല്ലാം കൊണ്ടും അയാള് വിരളി പിടിച്ച് നമ്മളുമായിട്ട് ഒരു കൊമ്പ് കോർക്കാൻ ഒരു അവസരം കിട്ടിയിരുന്നിട്ടാണ് ഈ ഓയിലിന്റെ വിഷയം എടുത്തിടുന്നത്. ഈ ഓയിലിന്റെ വിഷയം എന്നും തുടങ്ങിയത് 4 വർഷത്തിന് മുമ്പേ തുടങ്ങിയതാണ്. ഇപ്പൊ ഇത്രയും വഷളാക്കേണ്ട കാര്യം എന്തുവാ? സെയിം ടൈമിൽ ചൈന മേടിക്കുന്നുണ്ട് അവിടുന്ന് ഓയിൽ മേടിക്കുന്നുണ്ട്. യൂറോപ്പിലേക്ക് റഷ്യയിൽ നിന്നുള്ള ഗ്യാസ് സപ്ലൈ നിന്ന് കഴിഞ്ഞാൽ തണുപ്പ് സമയത്ത് യൂറോപ്യൻസ് തണുപ്പ് കൊണ്ട് മരിച്ചു വീഴും. എന്തേ അത് സ്റ്റോപ്പ് ചെയ്യാത്തത്? അപ്പൊ ഇത് വെറുതെ നമ്മുടെ മേക്കിട്ട് കയറുന്നത് എന്തിനാണ് അയാള്? അപ്പൊ വിഷയം അതല്ല. അത് മാത്രമല്ല, പിന്നെ ഈ യുക്രൈൻ യുദ്ധം വന്നതിന് ശേഷം റഷ്യക്ക് അവരുടേതായ ബിസിനസ് അമേരിക്കയുമായിട്ടുള്ള പല രാജ്യങ്ങളുമായിട്ടുള്ള ബിസിനസ് കുറെ കുറഞ്ഞപ്പോഴേ, എംബാർഗോ ഒക്കെ വന്ന് കുറെ കുറഞ്ഞപ്പോഴേ അവർ ചൈനയുമായിട്ട് കൂടുതൽ അടുത്തു. ഈ ചൈനയുമായിട്ട് കൂടുതൽ അടുത്ത സമയത്ത് നമ്മൾ ആ സമയത്ത് അമേരിക്കയുമായിട്ടും കുറെ കൂടുതൽ ബിസിനസ് ചെയ്തു. അപ്പൊ ഇടയ്ക്കൊരു ബിസിനസിന്റെ ഗ്യാപ്പ് 2-3 വർഷം വന്നിട്ടുണ്ട്. പക്ഷെ 2024 തൊട്ട് പൂർവ്വ 30 ബില്യണിൽ കിടന്നത് ഇപ്പൊ 65 ബില്യനായി. 2030 ആകുമ്പോൾ 100 ബില്യണിലേക്ക് എത്തുന്ന രീതിയിലുള്ള കരാറുകൾ സൈൻ ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ല? ഇതൊക്കെയാണ് അമേരിക്കയെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത്. ഇനി അമേരിക്ക 25% ഇനിയിപ്പോ ടാക്സ് ചുമത്തുന്നു, അല്ലെങ്കിൽ നാളെ 100% ആക്കാം. ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെതായ ചില ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളെ പോലെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന് ഇതൊരു ചുക്കുമല്ല, ചുക്കുമാകത്തുമില്ല. നമ്മൾ അതെല്ലാം അതിജീവിക്കും. റഷ്യയുമായിട്ടുള്ള ബന്ധം ശക്തമായിട്ട് ഇടക്കാലത്ത് ബിസിനസ് വൈസിൽ ഇടക്കാലത്ത് ഇച്ചിരി പിന്നോട്ട് പോയി അതിന് പൂർവാധികം ശക്തമായിട്ട് മുൻപോട്ട് പോവുകയും ചെയ്യും. പിന്നെ ആവർത്തിച്ച് പറയുന്നു, അമേരിക്ക ഒരു ഗുഡ് പാർട്ണർ അല്ല, ഇന്ത്യയുടെ നല്ല ലോകത്ത് ആരുടെയുമല്ല. എനിക്ക് വിഷയത്തിൽ ക്ലിയർ വ്യക്തമാണ്. എന്നോടൊപ്പം ഹരിപ്പാട് നിന്ന് നമ്മുടെ പാർട്ടി കൂടി ചേരുന്നുണ്ട്. ശ്രീ പാർത്ഥസാരഥി, ഇപ്പൊ നമ്മുടെ അജയ് കുമാർ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കും. ഈ അമേരിക്ക പാകിസ്ഥാനുമായി അടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധപ്പെട്ട കമ്പനി ക്രിപ്റ്റോ കറൻസി ഡീൽ ഇസ്ലാമാബാദുമായി ടൈപ്പ് ചെയ്യുകയാണ്. അവിടെ എണ്ണ പരിവേഷണം ആരംഭിക്കുകയാണ്. ആ ഒരു താല്പര്യം അമേരിക്കയ്ക്കുണ്ട്. അതാണോ ഇന്ത്യക്ക് പുറത്തുള്ള ഈ വെറുപ്പിന് കാരണം? അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതൽ എന്തെങ്കിലും കാണേണ്ടതുണ്ടോ? അതോ അത് അമേരിക്ക പറയുന്നത് ഈ റഷ്യ വിരുദ്ധ നിലപാട്, ഇപ്പം റഷ്യയിൽ നിന്ന് ഫെർട്ടിലൈസേഴ്സ് അമേരിക്ക വാങ്ങുന്നു എന്ന് ഇപ്പോൾ നമ്മുടെ അജയ് കുമാറിനെ പോലുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ അറിയില്ല എന്ന് ട്രംപ് പറയുന്നു. പക്ഷേ റഷ്യയിൽ നിന്ന് അവർക്ക് ഫെർട്ടിലൈസേഴ്സ് വാങ്ങാം, യുറാനിയം വാങ്ങാം, പക്ഷേ ഇന്ത്യക്ക് എണ്ണ വാങ്ങിച്ചുകൂടാ എന്നൊരു നിലപാടൊക്കെ വെക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഗ്ലോബൽ പൊളിറ്റിക്സിൽ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ഒരു അടിയിൽ? ഞാൻ പിന്നെ മനസ്സിലാൻ ഞാൻ ഈ അജയകുമാർ പറഞ്ഞ വാക്കുകളോട് ശ്രദ്ധിച്ച് കേൾക്കുകയായിരുന്നേ. അദ്ദേഹത്തിന് ആ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ച് അദ്ദേഹം പറഞ്ഞ 100% കറക്റ്റായ കാര്യങ്ങളാണ് പറഞ്ഞത്. അന്ന് അമേരിക്ക പഴയ USSRും റഷ്യയുമായിട്ട് ഇന്ത്യക്ക് പുരാതന കാലം തൊട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന രാജ്യങ്ങളാണ്. യുദ്ധമുണ്ടായപ്പോഴും ഇന്ത്യയെ സഹായിച്ചതും ഇന്ത്യയുടെ നന്മയ്ക്ക് നിന്ന് ഒരേ ഏക രാജ്യങ്ങൾ USSR അല്ലെങ്കിൽ റഷ്യയാണ്. റഷ്യയും ഇന്ത്യയുമായിട്ട് ഒരു കാലത്തും ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്നേ കാലം വരെ ഉണ്ടായിട്ടില്ല. അമേരിക്കയുടെ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ പുതിയ പ്രസിഡന്റായിട്ട് വന്ന ആക്ച്വലി നമുക്ക് ആരും പറഞ്ഞോളൂ ഏത് തലയ്ക്കെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അയാളുടെ നടപടികളും പ്രവർത്തനങ്ങളും എല്ലാം ആ രീതിയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം അയാൾ പരാജയപ്പെട്ടപ്പോൾ തന്നെ ആ പരാജയം അംഗീകരിക്കാൻ ഞാൻ വിജയിച്ചു എന്നും പറഞ്ഞ് ആർത്തി വിളിച്ച് നടക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ നടപടികൾ ഇന്ത്യയുമായിട്ട് യാതൊരു വിധത്തിൽ ഒരു ഇൻഫാക്ട് ഉണ്ടാക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ബിസിനസ്സുകാരനാണ് പാകിസ്ഥാൻ. പക്ഷേ ഈ ആദ്യഘട്ടത്തിലൊക്കെ മോദി ഈസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ
ഹൗഡി മോഡിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ അവിടെ അമേരിക്കയിലൊക്കെ നടന്നപ്പോൾ നമ്മൾ ഇന്ത്യ അമേരിക്ക ബന്ധം വളരെ സുദൃഢമാകും, ഇനി കനത്ത ശക്തിയായി മാറും എന്നൊക്കെ ഒരു വലിയ വിഭാഗമെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു ഇല്ലേ? ഉണ്ടായിരുന്നു. കാരണം നമ്മളെല്ലാ രാജ്യങ്ങളുമായിട്ടൊരു സൗഹൃദം വെച്ച് പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമുള്ളൂ, പ്രത്യേകിച്ച് അമേരിക്കയെ പോലെ. പക്ഷെ അമേരിക്കയുടെ വൻമേധാവിത്വം ഇന്നത്തെ കാലത്തില്ല. അതുപോലെ ഇന്ത്യയെ പോലെ രാജ്യത്ത്, ഇന്ത്യ ലോകശക്തികളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാനില്ല. 140 കോടി ജനങ്ങളും നമ്മുടെ സാമ്പത്തിക ശേഷി കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക ശേഷിയിലേക്ക് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളൊന്നും ചെയ്യാനില്ല. അമേരിക്ക പാകിസ്ഥാനുമായിട്ട് അമേരിക്ക എവിടെ ഇടപെട്ടാലും അവിടെ സ്വാർത്ഥ താല്പര്യമാണ്. പണ്ട് കുവൈറ്റിൽ ഇടപെട്ടു, ഏത് രാജ്യത്ത് ഇടപെട്ടാലും അവിടെ സ്വാർത്ഥ താല്പര്യത്തിലൂടെയാണ് അവർ നിൽക്കുന്നത്. ഇപ്പൊ പാകിസ്ഥാനായിട്ട് ഇടപെട്ട എണ്ണ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് എണ്ണ മേടിക്കുമെന്നാണ് പറയുന്നത്. ഏത് രാജ്യത്തോട് ഏത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ, ഏത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനാണ് സ്വപ്നം കാണാൻ പോലും പറ്റുന്നില്ല. ഇന്ത്യക്ക് അമേരിക്ക അല്ല പാകിസ്ഥാൻ ഇന്ത്യ വിൽക്കും, ഞാൻ അതിന് സഹായിക്കും എന്നൊക്കെ പറഞ്ഞു നടക്കുകയാണ്. ഇങ്ങനത്തെ വട്ടുപിടിച്ച മനുഷ്യനാണല്ലോ ലോകരാജ്യം ഏറ്റവും പ്രശസ്തമായ ലോകത്തിന്റെ പ്രസിഡന്റാണെന്ന് ശരതാമെന്ന് തോന്നുന്നുണ്ട് ചിലപ്പോൾ. എന്തായാലും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്കൊന്നും ഒരു ചുക്കും പറ്റത്തില്ല. നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും. പ്രധാനമന്ത്രിയും ഇന്ത്യ ഗവൺമെന്റും എടുക്കുന്ന തീരുമാനങ്ങൾ ശക്തിയുക്തം നല്ലതാണ്. അതിനെ നമ്മൾ ഇയാളുടെ തീരുമാനങ്ങൾ നമ്മൾ അവജ്ഞയോടെ തള്ളിക്കളയണം എന്നാണ് എന്റെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, അത് കൃത്യവുമാണ്. ഓക്കെ, അപ്പോൾ സുനിൽ കുമാർ ഉണ്ട്, എന്നോട് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുനിൽ ഇന്ന് കുറച്ച് വൈകി. സാധാരണ പൊതുവേ തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് നമസ്കാരമൊക്കെ പറയുന്ന ആളാണ്. ഇന്ന് കുറച്ച് ലേറ്റായിട്ട് വന്നു. സിംഗപ്പൂരിലിരുന്ന് നമ്മുടെ കാറ്റ്കിറ്റ് നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട്. അപ്പോൾ സിംഗപ്പൂരിലെ മലയാളികൾക്കൊക്കെ പൊതുവേദിയുടെ ആശംസകൾ, കാറ്റ്കിറ്റിന് പ്രത്യേക ആശംസകൾ. പിന്നെ കുറച്ച് ദിവസം കാറ്റ്കിറ്റിനെ കണ്ടില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന്. ഓക്കെ, ഷിജു എനിക്ക് കുറേ ഹൃദയങ്ങൾ അയച്ചിട്ടുണ്ട്. അതിൽ ചുവപ്പുണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ പല പല കളറുകളിലുള്ള ഹൃദയങ്ങൾ ഇങ്ങനെ അയക്കുകയാണ്. ഓക്കെ ഷിജു, താങ്ക് യു സോ മച്ച്. അപ്പോൾ അത്രയും ഹൃദയങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ അതിൻ്റെ ഇരട്ടി ഹൃദയങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുന്ന ആണ്. ഓക്കെ, മുരളീധരൻ നായർ എന്നോട് പറയുന്നത് അജയ് കുമാറിനെ കുറിച്ചാണ്. അജയ് കുമാർ വളരെ നിഷ്പക്ഷമായാണ് കാര്യങ്ങൾ പറയുന്നതെന്നാണ്, പ്രാഗ്മാറ്റിക്കായി പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അജയ് കുമാറിന് ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ ഗൗരവത്തോടെ കാണുന്നു എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അലോണ എന്നോട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് എനിക്കൊരു പിങ്ക് ഹൃദയം അയച്ചിട്ടുണ്ട്. അപ്പോൾ അലോണയ്ക്ക് എൻ്റെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്, അപ്പോൾ അലോണ ഇന്ത്യയിലല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നു വിദേശത്ത് എവിടെ ഇരുന്നായിരിക്കും നമ്മുടെ പൊതുവേദി കാണുന്നത്. ഏതായാലും ആ പിങ്ക് ഹൃദയത്തിന് പകരം ഞാനൊരു റെഡ് ഹൃദയം അങ്ങോട്ട് അയക്കുകയാണ്. അപ്പോൾ ബ്ലൈറ്റ് എന്നോട് പറയുന്നത്, ഞാൻ ചോദിച്ചിരുന്നു എന്താ വിളിക്കാതിരുന്നത് കുറേ ദിവസം. അപ്പോൾ പറയുന്നത് ക്രിക്കറ്റ് ആയിട്ടൊക്കെ നടക്കുകയായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് കളി കാണുകയും അത് ഒരുപക്ഷെ കളിക്കുകയായിരിക്കും. അപ്പോൾ ക്രിക്കറ്റിൻ്റെയൊക്കെ ഒരു മൂഡിലായിരുന്നു. കൊള്ളാം. ഏതായാലും നമ്മുടെ ഇന്ത്യക്കാർ ധാരാളം ക്രിക്കറ്റ് പ്രേമികളാണ്. പണ്ട് ശശി തരൂർ ഒരിക്കലൊരു തമാശ അല്ലെങ്കിൽ കുറച്ച് കാര്യം കലർത്തിയ ഒരു തമാശ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞത്, ഇംഗ്ലീഷുകാർ എന്തൊക്കെ ഇന്ത്യക്ക് തന്നോ അത് ഒക്കെ ഇന്ത്യ ഏറ്റവും മനോഹരമായി അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു എന്നാണ്. അപ്പോൾ പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. റെയിൽവേ ആയാലും അതുപോലെ ഒന്ന് ക്രിക്കറ്റാണ്. ക്രിക്കറ്റ് ഇംഗ്ലീഷുകാർ നമുക്ക് തന്നു, പക്ഷേ അവരെക്കാൾ നല്ല ക്രിക്കറ്റ് താരങ്ങളെ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതിൻ്റെ ഏറ്റവും ഒടുവിൽ ശശി തരൂർ പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജും അതാണ്. കാരണം ഇംഗ്ലീഷുകാരേക്കാൾ നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ശശി തരൂരിനെ പോലുള്ളവർ എന്ന അർത്ഥത്തിൽ അദ്ദേഹം അതൊരു തമാശയായി പറയുകയും ചെയ്തു. ഓക്കെ, ഹരിദാസ് കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഹരിദാസ് കേൾക്കാമോ? ഹരിദാസ് എവിടുന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ? ഞാൻ കണ്ണൂർ ചക്കരക്കൽ. ചക്കരക്കൽ. ഒരു തവണ ഞാൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് ആരോഗ്യപരമായിട്ട് പറഞ്ഞാൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ മാറിയോ? എല്ലാം ശരിയായി? എന്നാലും ചെറുങ്ങനെ. അപ്പൊ ഈ അജിത് ഡോവൽ റഷ്യയിലേക്ക് പോകുന്നു, അവിടെ ചർച്ചകൾ നടത്തുന്നു. ഇനി അടുത്ത മോദി പുടിൻ സമ്മിറ്റ് വീണ്ടും അതിന് കളമൊരുങ്ങുകയാണ്. പുടിൻ വൈകാതെ ഇന്ത്യയിലെത്തും എന്നൊക്കെ പറയുന്നു. അപ്പോൾ മാറുന്ന ഒരു ലോക രാഷ്ട്രക്രമത്തിനാണോ അത് സാക്ഷിയാകുന്നത് നമ്മൾ? ഇനി പണ്ട് നമുക്കൊരു ശീതയുദ്ധകാലത്തിൻ്റെയൊക്കെ ഒരു ഓർമ്മകൾ നമുക്കുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ലോകക്രമം മാറുകയാണോ ഹരിദാസ്? സാർ, ഞാനൊന്ന് ചോദിക്കട്ടെ. നമുക്ക് പുരോഗതിയും നന്മയാണ് നമുക്ക് ഇന്ത്യൻ പൗരന് വേണ്ടത്. അല്ലാതെ കണ്ടെന്നറിഞ്ഞ കാട്ടുപന്നിയുടെ മുഖമായ നിറഞ്ഞ ട്രംപിന്റെ ആ ഭാവങ്ങളല്ല നമുക്ക് വേണ്ടത്. അല്ല, നമ്മൾ ആളുകൾ അങ്ങനെ വ്യക്തിപരമായി അധിക്ഷേപിക്കില്ല. അദ്ദേഹത്തിന്റെ മുഖവും ഇതുമായിട്ട് ബന്ധമില്ല. നല്ല മുഖമുള്ള ആൾക്ക് മോശം മനസ്സുണ്ടായിട്ട് കാര്യമില്ല. അപ്പം മുഖം
എല്ലാവരുടെയും ഓരോരുത്തരുടെ അവരവരുടെ ഇതാണ്. അദ്ദേഹം അത്ര വികൃതനാണോ? എനിക്ക് തോന്നുന്നില്ല. ആ നിമിഷത്തേക്ക് നിറഞ്ഞ ഒരു നിമിഷത്തേക്ക് നിറഞ്ഞ ട്രംപും ഇന്ത്യയായിട്ട് നിറഞ്ഞ സൗഹൃദം പങ്കുവെക്കുന്നു. മറുനിമിഷത്തേക്ക് നിറഞ്ഞ ഇന്ത്യക്ക് നിറഞ്ഞ മേല ഭാരിച്ച ചുങ്കം ഏർപ്പെടുത്തുന്നു. ഏതായാലും ചുങ്കമൊക്കെ ഇന്ന് തൊട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനെ നേരിടാൻ ഉള്ള ഒരു മാർഗം നമ്മൾ എടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനുള്ള നടപടി തുടങ്ങി. 20,000 കോടി രൂപയുടെ പദ്ധതികൾ ഒരുങ്ങുകയാണ്. ബ്രാൻഡ് ഇന്ത്യ പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ താരിഫ് ഭീഷണി ഒന്നും ഒരു വിഷയമല്ല എന്ന നിലപാടിലാണ് രാജ്യം. കേൾക്കുന്നുണ്ട് സർ. അത് നമ്മുടെ പൗരന്മാരെന്നിറങ്ങിയ അങ്ങേയറ്റം നിറഞ്ഞ പിയുന്ന, അതായത് പിണ്ടിയാക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഈ ട്രംപിന്റെ എന്നറിഞ്ഞ. ശരി, ഏതായാലും അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. റഷീദ് കൂടി എന്നോടൊപ്പം ചേരുന്നുകൊണ്ടാണ്. ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റഷീദ്, നമ്മൾ യുദ്ധത്തിനെതിരാണ്. അപ്പോൾ യുക്രൈൻ യുദ്ധം നമ്മളാണ് സ്പോൺസർ ചെയ്യുന്നതെന്ന തരത്തിലുള്ളൊരു ആക്ഷേപം ട്രംപ് ഉന്നയിക്കുന്നു. അപ്പോൾ നേരത്തെ അജയ്കുമാർ പറഞ്ഞതുപോലെ അത് ഫെർട്ടിലൈസറുകളും യുറാനിയവും ഒക്കെ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ട്രംപിന് അത് ബാധകമല്ലേ എന്ന ഒരു മറുവാദം ഇന്ത്യ ഉന്നയിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് അറിയില്ല എന്ന് അദ്ദേഹം ഗയമലർത്തുന്നു. ട്രംപ് കടന്ന് ഉരുളുകയാണ്. പക്ഷേ ഒരു മാറുന്ന ലോകക്രമത്തിൻ്റെ മുഖം ഇനി എങ്ങനെയായിരിക്കും? അമേരിക്കയെ നമുക്കിനി പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. ബ്രിക്സ് രാജ്യങ്ങൾ ശക്തി പ്രാപിക്കുന്നു. പ്രത്യേക കറൻസി വേണമെന്ന നിലപാടിലേക്ക് വരുന്നു. ഒരു റീചേഞ്ചിങ് അല്ലെങ്കിൽ പൂർണ്ണമായി മാറുന്ന ഒരു ഗ്ലോബൽ ഓർഡർ ഇന്ത്യക്ക് അനുകൂലമായി വരുന്നു എന്ന സൂചനയാണ് നമുക്ക് കിട്ടേണ്ടത്. മേജർ മാത്യു പറഞ്ഞെടുത്ത് തന്നെയാണ് ഞാനും വരുന്നത്. അതായത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതലേ സോവിയറ്റ് യൂണിയനുമായി USSR വളരെ നല്ല സൗഹൃദം വെച്ചു പുലർത്തിയ രാജ്യമാണ് ഇന്ത്യ. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം വന്നപ്പോഴും USSRമായും നമ്മൾ ആ ബന്ധം വളരെ നല്ല നിലയിൽ തന്നെ കൊണ്ടുപോയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാല് റഷ്യയിൽ വന്ന ഒരു ആഭ്യന്തര പ്രശ്നം, അവിടെ പല രാജ്യങ്ങളായി ആ രാജ്യം ഛിന്ന ഭിന്നമായപ്പോൾ ആ ഒരു സാഹചര്യം അമേരിക്ക മുതലെടുക്കുകയായിരുന്നു. പിന്നെ അമേരിക്കൻ മേധാവിത്വം ഞങ്ങളാണ് ലോക രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന ആളെന്ന ആ ഒരു ഇതിലേക്ക് ആ രാജ്യം വരികയായിരുന്നു. അതിന്റെ അവസാനത്തെ ആളാണ് ഈ. പക്ഷെ ഞാൻ അവിടെയാണ് ഞാനൊരു കാര്യം അങ്ങയോട് ചോദിക്കട്ടെ. നമ്മുടെ ഒരു റഷീദ് കൊയിലാണ്ടി അങ്ങ് ഇത് ആ കാലം തൊട്ട് ഇത് പിന്നെ നോക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ ചേരിചേരാ നയം എന്ന ഒരു നെഹ്റുവിയൻ കോൺസെപ്റ്റിൽ ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? നമുക്കൊരു ചേരി വേണ്ടേ? നമ്മൾ ചേരിചേരാ നയത്തിന്റെ കൂടെ നെഹ്റു സിദ്ധാന്തിച്ച ഒരു സിദ്ധാന്തമാണ് ചേരിചേരാ നയം. പക്ഷേ നമ്മൾ റഷ്യൻ ചേരിയിലായിരുന്നു ആ കാലഘട്ടത്തിലും. അത് നിഷേധിക്കാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ റഷ്യൻ ചേരിയിൽ നിന്ന് നമ്മൾ പിൻവാങ്ങിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എന്റെ മൈ ഫ്രണ്ടായിട്ട് ട്രംപിനെ നമ്മൾ ആനയിച്ചപ്പോഴേ ഇന്ത്യക്കാരായ അനധികൃത തൊഴിലാളികൾ, അത് ഒരു രാജ്യത്തിന് അനധികൃതമായിട്ട് നിന്നതാണെങ്കിൽ കൂടി അവരെ ഏത് രീതിയിലാണ് ഈ ട്രംപ് ഇന്ത്യയിലേക്ക് അയച്ചത്. അതേപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധമുഖത്ത് വന്നപ്പോൾ ട്രംപ് കളിച്ച കളി എന്താണ്? അപ്പോൾ ട്രംപിനെ ഇപ്പോഴും മനസ്സിലായതിന്റെ ഉത്തമ ഉദാഹരണമാണ് റഷ്യയുമായും പുടിനുമായും നമ്മൾ സഖ്യം ചേരാൻ പോകുന്നത്. ആ ഒരു ലോകക്രമം വീണ്ടും വരാൻ പോവുകയാണ്. റഷ്യൻ ഇന്ത്യ ചേരിയും അമേരിക്കൻ ചേരിയും വരാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വീരവാദങ്ങളും അവകാശവാദങ്ങളും ഇനി വരാൻ കഴിയില്ല, വരുത്താൻ അവർക്ക് സാധ്യവുമല്ല. ആ രീതിയിൽ രണ്ട് പ്രഗത്ഭ രാജ്യങ്ങൾ, രണ്ട് വൻ ശക്തികൾ ഒന്നിക്കുമ്പോൾ ഇവരും അതേ രീതിയിലൊന്നും വരാൻ അവർക്ക് സാധ്യത. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ബലവും ശക്തിയും, കാരണം നമ്മൾ ഈ പറഞ്ഞ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചത് അമേരിക്കയുടേതല്ല, റഷ്യൻ ആയുധങ്ങളാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചത്. ഈ അടുത്ത ആ ഭീഷണി നേരിട്ടപ്പോഴും നമ്മൾ ഉപയോഗിച്ച യുദ്ധസാമഗ്രികൾ 90% റഷ്യൻ്റെതാണ്. അപ്പൊ ആ റഷ്യയുമായി നമ്മൾ മുമ്പേ ഒന്നിച്ചു നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ എന്നാലും സമയം വൈകിട്ടാണെങ്കിലും നമ്മൾ ആ രീതിയിലേക്ക് ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഒക്കെ എന്തായാലും നല്ല കാര്യമാണ്. രാജ്യത്തിന്റെ യശസ്സിന് അത് വലിയ ഒരു നേട്ടമായി അത് വരികയും അത് ഉറപ്പാണ്, വ്യക്തമാണ്. ഏതായാലും ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക്, പക്ഷെ അന്ന് നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ ഈ ഇന്ത്യ അമേരിക്ക ബന്ധം അത്ര മോശമായിരുന്നില്ല, നല്ല ഊഷ്മളമായിരുന്നു. പണ്ഡിറ്റ് നെഹ്റു അമേരിക്ക സന്ദർശിക്കുകയും അന്നൊരു വലിയ തമാശ അദ്ദേഹം പൊട്ടിക്കുകയും ചെയ്തു. അമേരിക്കയിൽ ആദ്യമായി ഒരാൾ ഒരിക്കലും പോകരുത്
എന്ന് പറയുക. അത് മാത്രമല്ല പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ സഹോദരി വിജയലക്ഷ്മി പണ്ഡിറ്റ് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡറായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് ചില ബന്ധങ്ങൾ, പ്രത്യേകിച്ച് ഹാരി എസ് ട്രൂമാനോ ഇന്ത്യയോടൊക്കെയുള്ള നിലപാടും ഒക്കെ അന്ന് ചർച്ചയായിരുന്നു. പക്ഷേ പിന്നീട് അത് 1971 ആകുമ്പോഴേക്കും കുറച്ചും കൂടി ക്രൂഷ്യലായി മാറുകയും ഒക്കെ ചെയ്തത്. ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. അപ്പം പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോട് ഷാജി, എനിക്ക് യൂട്യൂബിൽ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അത് ഷാജി കണിയാമ്പറമ്പിൽ, റഷ്യയുമായിട്ടുള്ള ബന്ധം ഏതായാലും നല്ലത് തന്നെ, അമേരിക്കയുടെ കൂടെ കൂടിയിട്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. ഓക്കെ, ശശി ബാലകൃഷ്ണൻ എന്നോട് പറയുന്നു, ഇന്ത്യ നീഡ്സ് ഫോർ അവർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വി നീഡ് റഷ്യ ഫോർ ഡിഫൻസ് സ്ട്രാറ്റജി. അപ്പോൾ വി നീഡ് US ഫോർ അവർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, റഷ്യ ഫോർ ഡിഫൻസ് സ്ട്രാറ്റജി എന്നാണ് ശശി ബാലകൃഷ്ണൻ. അപ്പോൾ രണ്ടുപേരും നമുക്ക് ആവശ്യമാണെന്നാണ് ശശി പറയുന്നത്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് അമേരിക്ക വേണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കാം നമുക്കത് എങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുമെന്ന്. ഏതായാലും ഇപ്പോൾ ടാരിഫ് നയങ്ങൾ ഇപ്പോൾ അടുത്ത ദിവസം തൊട്ട് നടപ്പിലാകുമല്ലോ. അപ്പോൾ മിനി ടീച്ചർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓ ഗുഡ്, മിനി ടീച്ചർ ഗുഡ് ഈവനിങ്. അപ്പോൾ എനിക്ക് ഒരു സ്മൈലിയൊക്കെ അയച്ചിട്ടുണ്ട്. താങ്ക് യു. അനഘ എന്നോടൊപ്പം ഉണ്ട്. അനഘ, നൈസ് ടു ഹിയർ ഫ്രം യു. ഞാൻ ഇന്ന് അനഘയൊക്കെ എന്നെ വിളിക്കുമെന്ന് വിചാരിച്ചു, കാരണം അനഘ ഈ ഗ്ലോബൽ പൊളിറ്റിക്സൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നാണ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ എന്നോട് വിജയ് പറയുകയാണ്, മനുജി ഒരു ഹായ് തരാമെന്ന്. വിജയ്, ഒരു 10 ഹായ് ഞാൻ അങ്ങോട്ട് തരികയാണ്. അപ്പോൾ നൈസ് ടു ഹിയർ ഫ്രം യു, ഒരു ഹായ് പറയാമോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹായ് ഒക്കെ പറയാം. അപ്പോൾ സുനിൽ വഴി നിന്നാണ് പൊതുവേദി കാണുന്നതെന്ന് പറയുന്നു. മോളെ വിളിക്കാൻ ആയിട്ട് വഴിയിൽ നിൽക്കുകയാണ്. അപ്പോൾ മോളും പൊതുവേദി ഒരുമിച്ച് കാണുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എങ്ങോട്ടോ പഠിക്കാനായിട്ട് പോയിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ മോള് നന്നായി പഠിക്കും, നല്ല മാർക്ക് കിട്ടിയ കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ ആ കുട്ടിയെ വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വൈകിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അമേരിക്കയിലേക്ക് രാഹുൽ വിളിക്കുന്നുണ്ട്, അതാണ് ഈ മാറ്റം എന്ന് പറയുന്നുണ്ട്. അനഘ പറയുന്നത് സാർ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ പിശാറിലിരിക്കുന്ന ആളുകളൊന്നും ശ്രദ്ധിക്കണം. അനഘ പാവം അവിടെ നിന്ന് കുറേ തവണയെ വിളിക്കുന്നു, പക്ഷേ കിട്ടുന്നില്ല. ബിനോയ് എന്നോടൊപ്പം ചേർന്ന് പിന്നെ കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, നമസ്കാരം. നമ്മുടെ കോൺഗ്രസ് നാളിതുവരെ കൊണ്ടുവന്ന ഒരു നയതന്ത്ര നയം മാറുന്നു എന്ന ഒരു പ്രതീതിയാണ് ആദ്യം ഉണ്ടായത്. പക്ഷേ പിന്നെ പതുക്കെ അതൊക്കെ ഫലവത്താകുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർക്ക് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ ബിനോയ്? അതോ ഇത് ട്രംപ് എന്ന ഒരു താൽക്കാലിക ഫിനോമിനയാണ്, അത് മാറിക്കഴിയുമ്പോൾ അമേരിക്ക ഇനിയിപ്പോൾ 2-3 കൊല്ലമല്ലേ അദ്ദേഹത്തിന് മാക്സിമം ഉണ്ടാവും, അത് കഴിയുമ്പോൾ ഒരു പുതിയ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് വന്നാൽ ഇന്ത്യനോടുള്ള താല്പര്യങ്ങൾ മാറും? ഇപ്പോൾ കാനഡ മാറി, മാൽദീവ്സ് മാറി, ട്രംപും മാറും എന്ന് വിശ്വസിക്കാനാകുമോ? അല്ല, ഇപ്പോൾ മനു, ഇപ്പോൾ ഈ ട്രംപിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവ രീതിയും ഗുണങ്ങളുമാണ് ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്നത്. കാരണം അമേരിക്ക എക്കാലത്തും ഇന്ത്യയുമായി നല്ല നയതന്ത്ര ബന്ധവും നല്ലൊരു സൗഹൃദവുമാണ്. കാരണം ഇന്ത്യയുമായിട്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സാധനം അമേരിക്കയിൽ പോകുന്നത് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് നിന്നാണ്. അപ്പോൾ നമ്മളുമായിട്ട് എല്ലാ തലത്തിലും നല്ല ഒരു സൗഹൃദമാണ് അമേരിക്കയ്ക്കുള്ളത്. പക്ഷെ ട്രംപിന് ഇപ്പോൾ ഉള്ളത് ഒരു പിടലപ്പിണക്കമാണ്. നരേന്ദ്രമോദിയോടും റഷ്യയോടുള്ള ഒരു ദേഷ്യവും നരേന്ദ്രമോദിയോടുള്ള ഒരു പിണക്കം, കൂട്ടുകാർ തമ്മിൽ പിണങ്ങുന്ന കണക്കൊരു പിണക്കം. പക്ഷെ അത് ബാധിക്കുന്നത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെയാണ്. പക്ഷെ ട്രംപ് ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ പ്രായാദൈർഘ്യം കൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 80 വയസ്സ് കഴിഞ്ഞ ആളിന് മാനസികപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം കാണിക്കുന്നത്. നമ്മളൊക്കെ കൊച്ചിലെ നേഴ്സറിയിലും 3ാം ക്ലാസ്സിലും. അല്ല, ഞാനിപ്പോ അങ്ങ് ഈ ഒരു ഇമ്പോർട്ടർ കൂടി എക്സ്പോർട്ടർ കൂടിയാണല്ലോ. ഈ ഇപ്പൊ പുതിയ 35%, 25% പ്ലസ് 10%, അങ്ങനെ 30% ടാരിഫ് 34. അപ്പൊ അത് ഇന്ത്യൻ വിപണി ടെക്സ്റ്റൈൽസിനെ എഫക്ട് ചെയ്യുമോ? മറ്റെന്തിനാണ് എഫക്ട് ചെയ്യുന്നത്? ഫെർട്ടിലൈസർ അല്ല, എല്ലാ മേഖലയിലും എഫക്ട് ചെയ്യുള്ള. കാരണം നമുക്കൊരു സാരി അവിടെ ഇന്ത്യൻ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ പുതിയ സർക്കാരിന്റെ പുതിയ പദ്ധതികൾ, ബ്രാൻഡ് ഇന്ത്യ പ്രൊമോഷൻ, ഇതൊക്കെ ഇതിനെ ഓവർടേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊരു ബ്രേക്ക് ഈവൺ ആകാൻ എത്ര സമയം എടുക്കും? അമേരിക്കൻ അല്ല, ബ്രേക്ക് ഈവൺ ആവാൻ 1-2 വർഷം കഴിയും. കാരണം എന്താണെന്നറിയോ, ഈ നയതന്ത്രം, കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യാപാരിയെ സംബന്ധിച്ചോളം, ഒരു ബിസിനസ് ഒരു എക്സ്പോർട്ടറെ സംബന്ധിച്ചോളം, അവിടെ വിൽക്കുന്ന ഒരാളിന് നമ്മളുടെ സാധനം അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് വിൽക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ 1 കിലോ പഴം അവിടെ ഇപ്പൊ ഒരു 100 രൂപയ്ക്കാണ്, അല്ലെങ്കിൽ ഉദാഹരണം 100 രൂപയ്ക്കാണ് കിട്ടുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് 150 രൂപയും. അതേ കണക്ക് ചൈനയുടെ സാധനം വരുമ്പോഴത്തേക്ക് അത് 80 രൂപയേ ഉള്ളൂ. അപ്പോൾ ആളുകളെല്ലാം ഇപ്പോൾ യൂസ് ആൻഡ് ത്രോ എന്നൊരു കാലഘട്ടത്തിൽ, ഞാനായാലും മനു ആയാലും
പണ്ടൊക്കെ ഒരു ഷർട്ട് മേടിക്കണമെങ്കിൽ ഓണം വരണം, അല്ലെങ്കിൽ ക്രിസ്മസ് വരണം, അല്ലെങ്കിൽ പെരുന്നാൾ വരണം. ഇന്ന് അങ്ങനല്ല. നമ്മൾ ആഴ്ചയിലും മാസത്തിലും തുണിക്കടകളിൽ പോയി ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം. യൂസ് ആൻഡ് ത്രോ. ലോകത്ത് എവിടെയാണോ വില കുറഞ്ഞ, അത് ഏത് രാജ്യത്തിൻ്റെ എന്നില്ല, വില കുറഞ്ഞ് കിട്ടുന്ന ഏത് പ്രോഡക്റ്റ് ആണോ അത് ആരായാലും വാങ്ങും. ചില ബ്രാൻഡഡ് ആയിട്ടുള്ള ആളുകൾ, ചിലത് മാത്രമേ ബ്രാൻഡഡ് ആയിട്ടുള്ള മേടിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് അതൊന്നും അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ ട്രംപിന് ഇന്ത്യ റഷ്യയുമായിട്ട് മിണ്ടിക്കൂടാ, റഷ്യയായിട്ട് ബിസിനസ് ചെയ്തുകൂടാ, റഷ്യയായിട്ട് വ്യാപാരം ചെയ്തുകൂടാ. ഇതൊന്നും ഒരു അമേരിക്കൻ പ്രസിഡന്റിന് പറ്റുന്നതല്ല. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ ഒന്നാമനെന്നാണ് നമ്മളെല്ലാവരും പറയുന്നത്. പക്ഷേ ആ ഒന്നാമൻ 150ാമന്റെ ബാക്കിൽ പോലും നിൽക്കാനുള്ള യോഗ്യത ട്രംപിനില്ല. അമേരിക്ക എന്ന് പറഞ്ഞ പൊതുസമൂഹത്തിന് ഞാൻ പറയുന്നില്ല, അമേരിക്കക്കാർ ഇന്ത്യയോട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ ട്രംപ് അതിനെയെല്ലാം വെട്ടിമൂടുകയാണ്. അതിനൊരു കാര്യമുണ്ട്. ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ട്രംപിനോട് ഇടപെടുന്ന രീതിയും ശൈലിയും മാറ്റണം. ഇന്ത്യക്കാരനെന്ന് പറഞ്ഞാൽ ശൈലി മാറിയില്ലേ? ഇപ്പൊ അത് കുറച്ചുകൂടെ ശക്തമായ നിലപാടായില്ലേ? അല്ല, ശക്തമായ നിലപാട് കുറച്ചും കൂടെ കടുപ്പിച്ച് പറയണമെന്നാണ് അല്ലേ? അല്ല, കുറച്ചും കൂടി കടുപ്പിച്ച് പറയണമെന്നല്ല. അയലത്തൊരു ഊണുണ്ട്, അത് കളയരുതെന്ന് നമ്മളെ കാരണവന്മാര് പറയും. ഇപ്പൊ അത് കളഞ്ഞു നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി. മാത്രമല്ല, അവർ വ്യക്തികൾ തമ്മിലാണെങ്കിൽ കാര്യമല്ല. പക്ഷേ എന്താണ് 1947 സ്വതന്ത്ര